ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിൽ അതീവ ഗുരുതരമായി പരിക്കേറ്റ 21-കാരിയെ കാണാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആശുപത്രിയിലേക്ക് പാഞ്ഞെത്തിക്കഴിഞ്ഞു. പരിക്കേറ്റ യുവതി വെന്റിലേറ്ററിന്റെ സഹായത്തിലാണ് ജീവൻ നിലനിർത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധി ആശുപത്രിയിലെത്തിയത്. യുവതിയുടെ നില അതീവ ഗുരുതരമാണെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന വിവരം. ഇതിനു പിന്നാലെയാണ് രാഹുൽ ഗാന്ധി ആശുപത്രിയിലേക്ക് പാഞ്ഞത്. ഇതോടെ യുവതിയുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചുള്ള വാർത്തകൾ നാടെങ്ങും പരന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഡൽഹിയിലെ RML ആശുപത്രിയിലാണ് 21-കാരിയെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. സംഘർഷത്തിൽ പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന പ്രതിഷേധക്കാരെ കാണാൻ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർ എത്തിയിരുന്നു. പരിക്കേറ്റവരുടെ ആരോഗ്യനില വിലയിരുത്തിയാണ് നേതാക്കൾ മടങ്ങിയത്. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഉന്നത ഉദ്യോഗസ്ഥരുമായി അടിയന്തര യോഗം ചേർന്ന് ചികിത്സാ സംവിധാനങ്ങളും നിലവിലെ സാഹചര്യങ്ങളും അവലോകനം ചെയ്തിട്ടുണ്ട്. CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ RML ആശുപത്രിയിലെത്തി യുവതിയെ സന്ദർശിച്ചു. തുടർന്ന് പോലീസ് നടപടിയിൽ പ്രവർത്തകർക്ക് ഗുരുതരമായി പരിക്കേൽക്കാനിടയായതിൽ CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ പ്രതിഷേധത്തിൽ പങ്കെടുത്തവരോടും പൊതുജനങ്ങളോടും പരസ്യമായി ക്ഷമാപണം നടത്തുന്ന സാഹചര്യവും ഉണ്ടായി. പ്രതിഷേധക്കാരുടെ സുരക്ഷ ഉറപ്പിക്കാൻ തനിക്ക് കൂടുതൽ കാര്യമായി ഇടപെടാനായില്ലെന്നാണ് നേതാവ് പറഞ്ഞത്. നീറ്റ് അടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കായുള്ള CJP പ്രതിഷേധത്തിനിടെ പോലീസ് ലാത്തി വീശുകയും കണ്ണീർ വാതകം പ്രയോഗിക്കുകയും ചെയ്തിരുന്നു. വിദ്യാർത്ഥികൾ അടക്കം നിരവധി പ്രതിഷേധക്കാർക്ക് പരിക്കേറ്റു. ഇതിനിടെയാണ് 21-കാരിക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ആൾക്കൂട്ടം ചിതറി ഓടുന്നതിനിടയിൽ വീണതുകൊണ്ടാണ് യുവതിക്ക് പരിക്കുപറ്റിയത്. അതേസമയം പ്രതിഷേധത്തിൽ പങ്കെടുത്ത എത്ര പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്ന കാര്യം വ്യക്തമല്ല. നിരവധി പേരെ പോലീസ് തടവിലാക്കിയിട്ടുണ്ടെന്നും അവരുടെ വിവരങ്ങൾ പോലീസ് വ്യക്തമാക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടെങ്കിലും പോലീസിന് പോലും ഇക്കാര്യത്തിൽ വ്യക്തതയില്ല. രാഹുൽ ഗാന്ധി ആശുപത്രിയിൽ യുവതിയെ സന്ദർശിച്ചതിന് പിന്നാലെയാണ് ജന്തർ മന്ദറിൽ CJP പ്രക്ഷോഭകർക്ക് നേരെയുണ്ടായ പോലീസ് അതിക്രമത്തിനെതിരെ അസാധാരണ സമരവുമായി കോൺഗ്രസ് ഒന്നടങ്കം ഞെട്ടിച്ചത്. രാജ്യതലസ്ഥാനത്തെയും സുരക്ഷാ ഏജൻസികളെയും ഞെട്ടിച്ച് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നടത്തിയ മിന്നൽ സമരം ഡൽഹിയെ പിടിച്ചുകുലുക്കിയിരിക്കുകയാണ്. AICC ആസ്ഥാനത്തോ പത്രസമ്മേളനങ്ങളിലോ മാത്രം ഒതുങ്ങുന്ന പരമ്പരാഗത പ്രതിഷേധ രീതികൾ പൂർണ്ണമായി മാറ്റിവെച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ചേർന്ന് പ്ലാൻ ചെയ്ത അതീവ രഹസ്യമായ ഓപ്പറേഷനായിരുന്നു ഇതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതീവ സുരക്ഷാ മേഖലയായ ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് തൊട്ടുമുന്നിൽ വരെ പ്രതിപക്ഷ നേതാക്കളും MP-മാരും എത്തിയത് എങ്ങനെയെന്നും ഡൽഹി പോലീസിന്റെ കണ്ണുവെട്ടിച്ച് രാഹുൽ ഗാന്ധി നടത്തിയ ആ ചടുല നീക്കങ്ങൾ എങ്ങനെയായിരുന്നുവെന്നതും സംബന്ധിച്ച് ഇന്നും പോലീസിന് വ്യക്തതയില്ല. പിന്നാലെ 3 മണിക്കൂറാണ് പോലീസ് രാഹുൽ ഗാന്ധിയെ തടഞ്ഞുവെച്ചത്. എങ്കിലും പ്രക്ഷോഭം രാജ്യതലസ്ഥാനത്തെ മാത്രമല്ല ഈ രാജ്യത്തെ ഒന്നാകെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. ചൊവ്വാഴ്ച രാവിലെ പാർലമെന്റ് നടപടികൾ സ്തംഭിച്ചതിന് പിന്നാലെ പ്രക്ഷോഭത്തിന് മുതിർന്ന കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിജയ് ചൌക്കിലേക്കുള്ള മാർച്ച് പോലീസ് തടഞ്ഞിരുന്നു. പ്ലാനുകൾ ചോരുന്നതാണ് തിരിച്ചടിയാകുന്നതെന്ന് മനസ്സിലാക്കിയ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ചേർന്ന് ഉടൻ തന്നെ പുതിയ രഹസ്യ പ്ലാൻ തയ്യാറാക്കുകയായിരുന്നു. ഇത് വൻ വിജയമായതോടെ മോദിയുടെ സിംഹാസനം ഇളകി തുടങ്ങിയെന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.